ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ, ഭീകരവാദം ഇവയിൽ സ്വീകരിക്കേണ്ട ഒരു നയം, അതോടൊപ്പം തന്നെ വിദേശ ബന്ധത്തിലും നയതന്ത്രത്തിലുമൊക്കെ ആ രാജ്യം സ്വീകരിക്കേണ്ട നിലപാട്, ഇവയൊക്കെ കോർത്തിണക്കി കൊണ്ടുപോകേണ്ടതാണോ? ഇങ്ങനെ സമാധാനപരമായി ഇവയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിലാണോ കൊണ്ടുപോകേണ്ടത്? അതോ തങ്ങളുടെ രാജ്യത്തിന് എവിടെയാണോ അപകടം ഉണ്ടാകുന്നത് അവിടെ തിരിച്ചടിക്കും? ഇനി തുറന്ന ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന വിദേശ തലത്തിലുള്ള സാധ്യതകൾക്കാണെങ്കിൽ അങ്ങനെ ഏതു രീതിയിലാണ് ഒരു രാജ്യം, ഭാരതത്തെ പോലെ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് കുതിക്കുന്ന ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്? ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ വിഷയമാണ് രോഹിണി. നേഷൻ ഫസ്റ്റ് എന്നതാണ് ആറ്റിറ്റ്യൂഡ് എങ്കിൽ യഥാർത്ഥത്തിൽ ദേശീയ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റി അത് വിട്ടിട്ടൊരു കാര്യമില്ല. കാരണം ദേശീയ സുരക്ഷ ഇല്ലെങ്കിൽ രാജ്യമില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള മാറി വരുന്ന കാഴ്ചപ്പാടുകൾ, ഒരുപക്ഷെ ഗവൺമെന്റ് ആണ് ആ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള നയരൂപീകരണം എടുക്കേണ്ടത്. പൊതുവെ എല്ലാവരും പറയും, എല്ലാ ഗവൺമെന്റുകളും പറയും, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പറയും ഞങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ എന്ത് പറയുന്നു എന്നല്ല, എന്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രധാനം. നോക്കൂ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ഡിസ്പെൻസേഷൻ, ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ 10-11 വർഷമായിട്ട് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന, എസ് ജയശങ്കർ വിദേശകാര്യ എസ്റ്റാബ്ലിഷ്മെന്റ് നേതൃത്വം നൽകുന്ന, അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരിക്കുന്ന ഒരു സംവിധാനം, അത് ഫോറിൻ പോളിസിയുടെ ഒരു ലാർജർ ഫ്രെയിമിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു നാഷണൽ സെക്യൂരിറ്റിയെ നമ്മൾ പ്രായോഗികമായി എന്നാൽ ഫോഴ്സ്ഫുള്ളായി അഡ്രസ് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി, അതൊരു ഫോറിൻ പോളിസിയുടെ ഒരു വിഷയമാണ്. അതേസമയം നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയമാണ്, ആ ഇന്ത്യയുടെ ആത്യന്തിക നയത്തിന്റെ വിഷയമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന പല ഭീകരരും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് കാനഡയുടെ മണ്ണിലും ബ്രിട്ടനിലും ഒക്കെ മരിച്ചു വീഴുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെന്റും നാഷണൽ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റും ഇന്ത്യക്ക് ഉള്ളിൽ മാത്രമല്ല പുറ രാജ്യങ്ങളിലും സജീവമാണ്. അവരുടെ ഇടപെടലുകൾ, നേരിട്ടുള്ള ഇടപെടലുകളല്ല, അവിടെ ഒരുപക്ഷെ 2 സംഘങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിലായിരിക്കാം അവർ വധിക്കപ്പെടുന്നത്. എങ്കിലും ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഖലിസ്ഥാൻ വാദികൾ, അവരെ ഒന്നൊന്നായി തന്നെ കാനഡയുടെ മണ്ണിൽ പോവുകയാണ്. ഇപ്പം നമുക്കറിയാം, ഈ വലിയ തോതിൽ നിജാർ വധമൊക്കെ ഉയർത്തിവിട്ട ഇൻഡോ കനേഡിയൻ ബന്ധത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലേക്ക് ഈ നിജാർ വധം മാറിയതും, അതിനുശേഷം പാകിസ്ഥാൻ, ഒന്നും വേണ്ട കാനഡ പൊയ്ക്കോട്ടെ, അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പോലും ഇന്ത്യ തേടുന്ന കൂട്ടം ഭീകരന്മാർ ലഷ്കർ ഇ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ഹർക്കത്തുൽ മുജാഹിദിന്റെയും ഹർക്കത്തുൽ അൻസാറിന്റെയും എല്ലാം നേതാക്കളും പ്രവർത്തകരും കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ താല്പര്യം വിദേശ രാജ്യത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഏജൻസികളും ഏജൻസും ഉണ്ട്. പക്ഷെ എ നേഷൻ കാനോട്ട് ബി ഇംപ്ലിക്കേറ്റഡ്. ഇത് കാണിക്കുന്നത് മാറി വരുന്ന ഒരു സമീപനമാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ സുരക്ഷയ്ക്ക്, ആഭ്യന്തരമായ നമ്മുടെ സുരക്ഷയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത് വെളിയിൽ നിന്നാണെങ്കിൽ അന്യ മണ്ണിൽ കടന്നു ചെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സംവിധാനമുണ്ട്, ആളുകളുണ്ട്, സംവിധാനമുണ്ട്, ഗവൺമെന്റിന് അതീതമായി പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട്. എന്നാൽ രാജ്യം ഇംപ്ലിക്കേറ്റ് ചെയ്യത്തുമില്ല. ആ ഒരു നിലപാടെന്ന് പറയുന്നത് ദർ ഇസ് എ റിമാർക്കബിൾ ചേഞ്ച്. അപ്പൊ ഈ ഒരു അഡ്മിനിസ്ട്രേഷന്റെ 2014 മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം വന്ന ഒരു പുതിയ പ്രവണതയാണ്. ഇതിന് ഒരുപക്ഷെ ഇസ്രയേലി മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രയേല് ഈ ഹോളോകോസ്റ്റ് കാലത്ത് ജർമ്മൻസ് വലിയ തോതിൽ യഹൂദനെ പീഡിപ്പിച്ചല്ലോ. ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോ, സീക്രട്ട് പോലീസും അതിന്റെ മേധാവിമാരും പിന്നെ ജർമ്മൻ സൈന്യവുമെല്ലാം അതിന്റെ പ്രധാനപ്പെട്ട ജൂതന്മാരെ ഏറ്റവും അധികം പീഡിപ്പിച്ച ആളുകളെ നോക്കി വെച്ച് തെരഞ്ഞു പിടിച്ച് അവരെ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും, ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും, അർജന്റീനയിൽ പോയി ഒളിച്ചവരുണ്ട്, ലാറ്റിൻ അമേരിക്കയിൽ പെറുവിലും ഉറുഗ്വേയിലും ഒക്കെ പോയവരുണ്ട്. അവിടെ വരെ ചെന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംവിധാനം അവരെ തേടിപ്പിടിച്ച് ഒന്നുകിൽ വധിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് നാടകീയമായി റാഞ്ചിയെടുത്ത് ഇസ്രായേലിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് വധിക്കുകയോ ഒക്കെ ചെയ്ത ഒരു രോമാഞ്ചജനകമായ കാര്യങ്ങൾ. ഇതൊക്കെ ഒരു കഥ പോലെ, അപസർപ്പക കഥ പോലെ നമ്മൾ കേട്ടിരിക്കാം. ഇതൊക്കെ നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണോ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭീകരവാദി ഇന്ത്യക്കെതിരെ, അല്ലെങ്കിൽ ഭീകര സംഘടന ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കും. കാരണം ഒരുപക്ഷെ ഇറ്റ് വിൽ ടേക്ക് ദ ബാറ്റിൽ ടു ദെയർ ഓൺ ഫ്രണ്ട് യാർഡ്, അല്ലെങ്കിൽ അവരുടെ കോർട്ട്യാർഡിലേക്ക് യുദ്ധം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആക്രമണം കൊണ്ടുവരാൻ. അതാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൂർണ്ണമായും ശരിയാണ്. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ
ഒരു പൊളിറ്റിക്കൽ ഉത്തരവാദിത്വം, രാഷ്ട്രീയ ഉത്തരവാദിത്വം നരേന്ദ്രമോദി നേരിട്ട് ഏറ്റെടുക്കുന്നു. തീർച്ചയായും അതൊരു നയവ്യതിയാനം തന്നെയാണ്. മുൻകാലങ്ങളിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ്, നൂറുകണക്കിന് ഓപ്പറേഷൻസ് നടന്നുവെങ്കിലും അത് സൈന്യം ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന ഗണത്തിൽ പെട്ട് അത് പബ്ലിക് സ്പേസിലേക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് വരുമായിരുന്നില്ല. പക്ഷെ ഒരു രാജ്യത്തിന്റെ ആകമാന ആത്മവിശ്വാസം സ്ഫുരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് ചില കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ സംബന്ധിച്ച് ഓൺലി എ ബ്രേവ് പൊളിറ്റിക്കൽ ലീഡർ ക്യാൻ ഓർഡർ ആൻഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അവർക്ക് ഓർഡർ കൊടുക്കാനൊക്കും, ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ശരി ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ നേതാവിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ നമുക്ക് അമേരിക്കൻ സിവിൽ വാർ സമയത്ത് എബ്രഹാം ലിങ്കന്റെ ഒരു പ്രത്യേക ഒരു കുറിപ്പടിയെ കുറിച്ച് നമ്മുടെ പറയുമല്ലോ, വിഖ്യാതമായ ഒരു കഥയുണ്ടല്ലോ. അതായത് ഒരു യുദ്ധം, ഒരു നിർണായക ഓപ്പറേഷൻ സമയത്ത് എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിന്റെ സേനാനായകന് ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു. ഇത് ഞാൻ എഴുതി വെക്കുന്നു, യുദ്ധം നിങ്ങൾ പോയി ജയിച്ചു വരൂ, യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ യു ടേക്ക് ദ ക്രെഡിറ്റ്, ഈ കടലാസ് കഷ്ണം കീറിക്കളഞ്ഞോളൂ, തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ ഇത് എബ്രഹാം ലിങ്കൻ പറഞ്ഞതനുസരിച്ചാണ് നിങ്ങൾ ഈ മൂവ് നടത്തിയത്, അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടു, പുട്ട് ദ ബ്ലെയിം ഓൺ മീ എന്ന് പറയുന്നതാണ് യഥാർത്ഥ നേതൃത്വം. അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം മറ്റ് നാടുകളിൽ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നല്ല അർത്ഥം. ഇന്ത്യക്കെതിരെ വരുന്ന ശക്തികളെ പ്രീഎംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല സർജിക്കൽ ഓപ്പറേഷൻസ് നടത്തേണ്ട ആവശ്യമുണ്ട്. അതിന് മടിച്ചു നിൽക്കുന്നില്ല. അവിടെയാണ് നേരത്തെ നമ്മൾ പല ആവർത്തി പറഞ്ഞൊരു വാക്കാണ് ഇച്ഛാശക്തി. ആ ഒരു ഡിറ്റർമിനേഷൻ, സെൻസ് ഓഫ് ഡിറ്റർമിനേഷൻ അത് കാട്ടേണ്ട സമയത്ത് കാട്ടിയില്ല എങ്കിൽ തിയററ്റിക്കലി അത് പറഞ്ഞിട്ട് ഭാരതം സൗഹാർദ്ദം ആഗ്രഹിക്കുന്നു, ഭാരതം ന്യായമായ നിയമവ്യവസ്ഥയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അന്താരാഷ്ട്ര കോടതിയിൽ പോകുന്നു, എന്ത് നേടി? കാശ്മീർ വിഷയം നമ്മൾ യുണൈറ്റഡ് നേഷൻസിൽ കൊണ്ടുപോയി എന്ത് നേടി? യഥാർത്ഥത്തിൽ ബലപ്രയോഗം നടത്തേണ്ട അവസരത്തിൽ, എപ്പോഴും ബലപ്രയോഗം നടത്തുക എന്നതല്ല, ബലപ്രയോഗം നടത്തേണ്ട അവസരത്തിൽ അത് നിർണായകമായ ചില സമയത്ത് ബലപ്രയോഗത്തിന് മുതിരും എന്ന് വന്നാൽ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദികൾ 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇന്ത്യക്കെതിരെ നീങ്ങൂ. ഇപ്പോൾ തന്നെ ഖലിസ്ഥാൻ വാദികൾ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഭാരതത്തിനെതിരെ പലയിടങ്ങളിൽ, ബ്രിട്ടനിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ സംഘടിച്ചുകൊണ്ട് ഭാരത വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്നു, നീക്കങ്ങൾ നടത്തുന്നു. ഇവിടെ പന്നു ഉൾപ്പെടെയുള്ള ആളുകൾ അമേരിക്കയിൽ ഉണ്ടെന്ന് ഓർക്കണം, അല്ലെ? അപ്പൊ പന്നുവിന്റെ വിടുതലാണ് ഇനി വേണ്ടി വന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ കൂടെ വിട്ട് കിട്ടുകയാണ്, അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ കാനഡയിൽ നിന്നും അദ്ദേഹത്തെ ഭാരതത്തിന് വിട്ട് കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായും ഈ സർക്കാരിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തഹാവൂർ റാണയെ പിടിച്ചു എന്ന് പറയുന്നത്, കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമേ ആകുന്നുള്ളൂ. ഇനിയും കടന്നു വരാനിരിക്കുന്ന നൂറുകണക്കിന് ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരരെ ഇന്ത്യയിൽ എത്തിക്കാനോ ഇന്ത്യയുടെ നിയമവാഴ്ചയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വിചാരണ ചെയ്യാനോ ഉള്ള സംവിധാനം ഒരുക്കുമെങ്കിൽ ഇതൊരു നല്ല തുടക്കം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതെ, തീർച്ചയായും. ശ്രീ ടി കെ രാജ്മോഹൻ, അങ്ങനെ തന്നെയാണോ? അതായത് ഇതൊരു നിർണായക ചുവടുവയ്പ് തന്നെയാണോ? ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞ് നിയമ പോരാട്ടത്തിലൂടെ തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിച്ച് വിചാരണ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് മറ്റ് ഭീകരവാദികൾക്ക് നൽകുന്ന ശക്തമായ താക്കീതായി തന്നെ മാറുകയല്ലേ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഇത് നമ്മുടെ ഏജൻസി, നമ്മുടെ സർക്കാർ, നമ്മുടെ ഏജൻസി, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, സർക്കാർ, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും എഫിഷ്യൻ്റായിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇനിയും ഇതുപോലെയുള്ള തീവ്രവാദികൾ, ഇതുപോലെ ദേശദ്രോഹികൾ, ഇതുപോലെ നമ്മുടെ നാട്ടിൻ്റെ അടിവാരം തോണ്ടാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ ശുദ്ധീകരിക്കാൻ ഏർപ്പാടുള്ള ആൾക്കാർ, അവർ പല രാജ്യങ്ങളിൽ ഇതേപോലെയുണ്ട്. അവരൊക്കെ നമ്മുടെ പല ട്രീറ്റീസും നമ്മൾ തമ്മിലുണ്ട്. പക്ഷേ പല ട്രീറ്റീസ് ഉണ്ടെങ്കിലും ചില നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ കുടുങ്ങിയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും പല സ്ഥലത്തും ആൾക്കാർ നമുക്ക് കിട്ടാതിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഏജൻസി, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇത്തരത്തിലുള്ള എല്ലാ നൂലാമാലകളും കടന്ന് അല്ലെങ്കിൽ എല്ലാ ഹഡിൽസും കടന്ന് അവരെ ചെന്നെത്തി അവിടുന്ന് നിയമപരമായിട്ട് തന്നെ, കാരണം നമ്മൾ ഇപ്പം കനഡയിലേക്ക് പോയിട്ട് നമുക്ക് ആളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് നിയമപരമായിട്ട് തന്നെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള ഒരു ചുവടുവെപ്പാണിത്. തീർച്ചയായും വളരെ 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 നല്ലൊരു കാര്യമാണ്. ആ കാര്യങ്ങൾ ഒരു മാതൃകയായിട്ട് കണ്ടിട്ട് ഇനിയും ഭാവിയിലും ഇതുപോലെയുള്ള ഫിഗിറ്റീസിനെ, ഇതുപോലെ ടെററിസ്റ്റുകളെ നമ്മൾ തീർച്ചയായും ഇങ്ങോട്ട് കൊണ്ടുവരും. അവരെ നമ്മുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് മാക്സിമം പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ.